പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ അടിച്ചെടുത്ത ചോറും മുട്ടയും എല്ലാം കൂടെ അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ചെടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് മാവ് എടുക്കണം. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് മാവിന് 1 കപ്പ് ചോറ് എടുക്കുമ്പോൾ 2 കപ്പ് മാവ് എടുക്കുക. അപ്പോൾ ഈ മാവ് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം മാവ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. മാവ് ലൂസാണെങ്കിൽ ഇച്ചിരി കൂടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് വേണം എടുക്കാനായിട്ട്. 2 കപ്പ് മാവ് ആയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് 2 കപ്പ് മാവ്. മാവ് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് 3 4 അല്ലെങ്കിൽ 5 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. ഈ സമയം നമുക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് മയപ്പെടാനായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. കാണുമ്പോൾ തന്നെ അറിയാം മാവ് എത്ര സോഫ്റ്റായിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ മാവ് ഈ കുഴച്ചെടുത്ത മാവ് ഞാൻ 2-3 ഭാഗമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലയിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചപ്പാത്തി നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഇതുപോലെ മാവ് എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. മാവ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി എടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം മാവും ഞാൻ ഇതുപോലെ പരത്തി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് നല്ലപോലെ എല്ലാം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ഓയിലോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇപ്പോൾ തൂത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇത് ഇച്ചിരി നെയ്യ് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവില്ലേ അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ഒരു ഇതിൽ കിട്ടും കേട്ടോ. അകത്തെല്ലാം നല്ല ലെയറായിട്ട് നമ്മൾക്കിത് മൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ലെയർ നല്ല സോഫ്റ്റായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡൊന്ന് മൂത്ത് വന്നതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ട് 2 ഭാഗവും നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റാന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. അരി അരച്ചില്ല അല്ലെങ്കിൽ മാവ് അരച്ച് വെച്ചില്ല എന്നുള്ളതൊക്കെ ടെൻഷനൊന്നും വേണ്ട. നിമിഷ നേരം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 കപ്പ് ചോറ് മാത്രം മതിയാവും. നല്ല സോഫ്റ്റായി. ഇനി നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ലൈക്ക് തരാൻ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനൊക്കെ നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.